നമ്മൾ വെറുതെ കുത്തിരിക്കുന്ന നേരം വാട്സപ്പ് തുറന്ന് ചങ്ങായിമാർ വെച്ച സ്റ്റാറ്റസ് ഇങ്ങനെ കാണും. സ്റ്റാറ്റസുകൾ ഒരുപാട് സ്റ്റാറ്റസുകൾ ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകും. എന്നാൽ ചില സ്റ്റാറ്റസ് കാണുന്ന നേരം നമ്മൾ വിചാരിക്കും ഇത് കിട്ടിയിട്ടുണ്ട് എമ്മക്കും വെക്കാനൊന്ന്. വേഗത്തിൽ തന്നെ ആ സ്റ്റാറ്റസ് വെച്ചോന്നൊരു മെസ്സേജ് വിടും, ഈ സ്റ്റാറ്റസ് ഒന്നെനക്ക് വിട്ടുകടാ ഞാനും വെക്കട്ടെ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കാണുന്ന സ്റ്റാറ്റസുകൾ മുഴുവൻ നമ്മളെ ഫോണിൽ സേവ് ആയി നിൽക്കുന്നുണ്ട്. അത് എവിടെയാണ് ഉണ്ടാകുക? അതിന് വേഗം കയ്യൊന്നും എടുക്കേന്. നിങ്ങളെ ഫോണിൽ ഫയൽ മാനേജർ ഉണ്ടാവും, മൈ ഫയൽ മാനേജർ എന്നൊക്കെ പറയുന്നത്. ആ സിസ്റ്റം ഫയൽ മാനേജറിലേക്ക് പോവുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ആ ഫയൽ മാനേജറിന്റെ മേലെ 3 കുത്തുണ്ടാവും, അല്ലെങ്കിൽ താഴെ ഉണ്ടാവും ഒരു സെറ്റിങ്സ് അയക്കുക. എവിടെയെങ്കിലും ഒരു സെറ്റിങ്സിന്റെ ഒരു ഐക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും, അതൊന്ന് ഓൺ ആക്കിയിടുക. ഇത് ഓൾറെഡി ഓൺ ആണ്. ചില ഫോണിൽ ഷോ ഹിഡൻ ഫയൽസ് മാത്രം ഉണ്ടാവും, ചില ഫോണിൽ ഷോ സിസ്റ്റം ഹിഡൻ ഫയൽസ് ഉണ്ടാവും. അത് ഓണാക്കിയതിന് ശേഷം ബേക്കിൽ വരിക. ബേക്കിൽ വന്നിട്ട് ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. അവിടെ വാട്സപ്പിൻ്റെ ഫോൾഡർ എടുക്കുക. ചില ഫോണിൽ വാട്സപ്പ് ഇങ്ങനെ നോക്കിയാൽ കാണുകയില്ലാന്ന്. അതിനെന്ത് ചെയ്യുക? മേലെ സെർച്ചില്ലേ, ആ സെർച്ചിൽ വാട്സപ്പ് എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്യുക. വാട്സപ്പിൽ നിന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ വാട്സപ്പിൻ്റെ ഫോൾഡർ നമുക്ക് കിട്ടും. അതിൽ മീഡിയ എന്നുള്ളത് എടുക്കുക. മീഡിയ എടുത്താൽ മേലെ തന്നെ ഉണ്ടാവും സ്റ്റാറ്റസ്. അതിൽ നമ്മൾ കണ്ട സ്റ്റാറ്റസുകൾ തീർത്ത്, ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയ സ്റ്റാറ്റസുകളായി കാണുന്നത് തീർത്ത് ഇവിടെ ഉണ്ടാവും. ഇതിനൊക്കെ സംഭവം ഇവിടെ നമുക്കിത് ഷെയർ ചെയ്യുകയോ സ്റ്റാറ്റസ് വെക്കുകയോ സെൻഡ് ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ ഫോണിൻ്റെ ഗാലറിയിൽ സേവും ചെയ്യാം. അടിപൊളി. ഇത് നിങ്ങൾക്ക് അറിയാനൊന്നിട്ട് കമൻറ്റ് ചെയ്യുക. അറിഞ്ഞൂടാത്ത ചങ്ങായിമാർ നിങ്ങൾക്ക് വേറെ ഉണ്ടാകില്ലേ, ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഓലും കണ്ടോട്ടെ. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതുപോലെ വലിയ വലിയ കാര്യങ്ങൾ, ഫോണായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.